ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم إن في ذلك لذكرى لمن كان له قلب أو ألقى السمع وهو شهيد സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ചരിത്രത്തിലെ അജ്ഞത അത് വലിയ ദുരന്തമാണ്. ഇസ്ലാമിക ചരിത്രം മുസ്ലിങ്ങൾ എന്ന നിലയിൽ നമ്മൾ ഓരോരുത്തരും അറിയേണ്ടതുണ്ട്, പഠിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ലോകത്ത് സ്പെയിൻ എന്ന് പറയുന്ന മുസ്ലിം രാജ്യം മുസ്ലിങ്ങൾക്ക് അസ്തിത്വം നഷ്ടപ്പെട്ട് ഇസ്ലാമിക രാജ്യമല്ലാതായി തീരുന്നൊരവസ്ഥ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. മുസ്ലിങ്ങൾ അവരുടെ ചരിത്രം അറിയാത്തതുകൊണ്ടാണ് പല നാടുകളിലും മുസ്ലിങ്ങളുടെ അസ്തിത്വം തന്നെ നിഷേധിക്കപ്പെടുന്ന ഒരവസ്ഥ വരുന്നത് എന്ന കാര്യം നമുക്ക് മനസ്സിലുണ്ടായിരിക്കേണ്ടതുണ്ട്. ഇന്ത്യയിലാണെങ്കിൽ പോലും ഇന്ത്യയിലെ പൂർവ്വകാല മുസ്ലിങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടി ചെയ്ത നന്മകളെക്കുറിച്ച് അറിയാനും പഠിക്കാനുമൊന്നും വളർന്നു വരുന്ന തലമുറ തയ്യാറാകുന്നില്ല എന്നത് ഈ രാജ്യത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകേണ്ടവരാണെന്ന് പറയുമ്പോൾ പഞ്ചപുച്ഛമടക്കി പറയുന്നതിൽ ശരിയുണ്ടോ തെറ്റുണ്ടോ എന്ന ചർച്ച പോലും നടത്തുന്നൊരവസ്ഥയിലേക്ക് മുസ്ലിം സമൂഹം മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇസ്ലാമിക ചരിത്രം അറിയുക, പഠിക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും നിർബന്ധ ബാധ്യതയായി നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനിൽ 2 രൂപത്തിലുള്ള ചരിത്രമാണ് പറയുന്നത്. ഒന്ന്, ചില ആളുകളുടെ ചരിത്രം പറയുന്നത് നിങ്ങൾ അവരെ പോലെയാകണമെന്ന് പഠിപ്പിക്കുവാനാണ്. വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം പറയുന്നുണ്ട്, ദുൽഖർനൈനിയുടെ ചരിത്രം പറയുന്നുണ്ട്, ലോകത്തിന്റെ ഇന്നലകളിൽ മനുഷ്യർക്ക് നന്മ മാത്രം പ്രചരിപ്പിച്ച പ്രവാചകന്മാരുടെ ചരിത്രം പറയുന്നുണ്ട്.
ഈ ചരിത്രങ്ങളെല്ലാം പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് നിങ്ങൾ അവരെ പോലെയാകണമെന്ന് പഠിപ്പിക്കുവാനും ബോധ്യപ്പെടുത്തുവാനുമാണ്. എന്നാൽ പരിശുദ്ധ ഖുർആനിൽ വേറെ ചില ആളുകളുടെ ചരിത്രം പറയുന്നുണ്ട്. അബൂലഹബിന്റെ ചരിത്രം പറയുന്നുണ്ട്, ഖാറൂനിന്റെ ചരിത്രം പറയുന്നുണ്ട്, ഫിർഔനിന്റെ ചരിത്രം പറയുന്നുണ്ട്. ഈ ചരിത്രം പറയുന്നത് നിങ്ങൾ ഒരിക്കലും അവരെ പോലെയാകരുത് എന്ന് പഠിപ്പിക്കുവാനും ബോധ്യപ്പെടുത്തുവാനുമാണ്. ഈ ചരിത്രങ്ങളിലൂടെ ഒരുപാട് നന്മകൾ ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാനും തിന്മയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുവാനും ഈ ചരിത്രങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, നമ്മെ തെര്യപ്പെടുത്തുന്നുണ്ട്. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിന്റെ ചരിത്രങ്ങളെക്കുറിച്ച് പറയുന്നിടത്ത് ഖുർആൻ പറയുന്നത് സൂറത്ത് യൂസുഫിലെ 111 വചനത്തിൽ നമുക്ക് കാണാം, ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റത്തുൽ ലിഉലിൽ അൽബാബ്. ബുദ്ധിമാന്മാർക്ക് ഗുണപാഠത്തിന് വേണ്ടിയാണ് ചരിത്രം പറയുന്നത്. ചരിത്രം പറയുന്നത് രോമങ്ങൾ എഴുന്നേറ്റ് നിന്ന് ചരിത്രം ആസ്വദിക്കുവാനല്ല, ആ ചരിത്രത്തിലൂടെ ഒരുപാട് ഗുണപാഠങ്ങൾ പഠിക്കുവാനാണ്, മാനവ സമൂഹത്തെ പഠിപ്പിക്കുവാനാണ് പരിശുദ്ധമായ ഖുർആൻ ചരിത്രം പറയുന്നത് എന്നാണ് ഈ ആയത്ത് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ഫിർഔനിന്റെ കഥ പറഞ്ഞുകൊണ്ട് അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവ സമൂഹത്തോട് പറയുന്നൊരു വാചകമുണ്ട്, കം തറകൂ മിൻ ജന്നാത്തിൻ വ ഉയൂൻ. എത്ര തോട്ടങ്ങളും അരുവികളുമാണ് അവർ വിട്ടേച്ചു പോയത്. വസുറൂഇൻ വ മഖാമിൻ കരീം. കൃഷികളായും മാന്യമായ വാസസ്ഥലമായും എത്ര സ്ഥലങ്ങളാണ് അവർ വിട്ടേച്ചു പോയത്. വനഅമത്തിൻ കാനൂ ഫീഹാ ഫാക്കിഹീൻ. അവർ സുഖിയന്മാരായി എത്ര സുഖ സൗകര്യങ്ങളാണ് അവർ ഈ നാട്ടിൽ വിട്ടേച്ചു പോയത്. എന്നിട്ട് ഖുർആൻ പറയുന്നുണ്ട്, കദാലിക വഅൗറസ്നാ ഖൗമൻ ആഖരീൻ. അവരെ അമ്പരചുംബികളായ അവരുടെ വീടുകളും അവരുടെ സൗകര്യങ്ങളും നാം മറ്റൊരു സമൂഹത്തിന് അനന്തരമായി നൽകുകയാണ് ചെയ്തത്. അവർക്ക് കാലാകാലം അത് ഉപയോഗിക്കാൻ സാധിച്ചിട്ടില്ല. ഫമാ ബകത് അലൈഹിമുസ് സമാഉ വൽ അർദ് വമാ കാനൂ മുൻദരീൻ. ആരാണ് ഫിർഔൻ? ആരാണ് ഫിർഔൻ? ചരിത്രത്തെ വിറപ്പിച്ച, ഞാനാണ് നിങ്ങളുടെ രക്ഷിതാവിനേക്കാളും വലിയ രക്ഷിതാവെന്ന് ലോകത്തിനു മുമ്പിൽ പ്രഖ്യാപിച്ച ഫിർഔനിന്റെ മരണമെന്ന് പറയുന്നത് ആ നാട്ടിലെ ജനങ്ങളെ മാത്രമല്ല, ആകാശങ്ങളെയും ഭൂമികളെയും വരെ വേദനിപ്പിക്കേണ്ട മരണമായിരുന്നിട്ട് പോലും പരിശുദ്ധ ഖുർആൻ പറയുന്നത്, ഫമാ ബകത് അലൈഹിമുസ് സമാഉ വൽ അർദ്. ആകാശം കരഞ്ഞിട്ടില്ല, അതേപോലെ തന്നെ ഭൂമി കരഞ്ഞിട്ടില്ല. വമാ കാനൂ മിനൽ മുൻദരീൻ. അവർക്ക് കാലതാമസം നൽകിയിട്ടുമില്ല. ലോകത്തിന്റെ രക്ഷിതാവെന്ന പേരിൽ സ്വയം അവതരിക്കുകയും ഞാനാണ് ദൈവമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നിട്ട് പോലും ജീവിതത്തിൽ അല്ലാഹ് നിശ്ചയിച്ചൊരവധി അത് നീട്ടിക്കൊടുത്തിട്ടില്ല എന്നാണ് ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. ഫലഭൂയിഷ്ടമായ തോട്ടങ്ങളും നാടിനെ സമ്പന്നമാക്കുന്ന ജലാശയങ്ങളും സുഖസമ്പൂർണമായ വാസസ്ഥലങ്ങളുമൊക്കെ അവർക്കുണ്ടായിരുന്നിട്ട് പോലും ഈജിപ്തിൽ മറ്റുള്ള ജനങ്ങൾക്കത് വിട്ടേച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറയേണ്ടി വന്നു എന്നാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ തിരിച്ചറിയേണ്ടത്, ഫിർഔനിന്റെയും ജനതയുടെയും മുൻനില നോക്കുകയാണെങ്കിൽ, അവരുടെ പൂർവകാല ചരിത്രം നോക്കുകയാണെങ്കിൽ, ഭൂമിയും ആകാശവും അത് കണ്ട് കരയേണ്ടതായിരുന്നു. അത് കരഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അവർക്ക് ജീവിതത്തിൽ ഒരു സെക്കൻഡ് പോലും കൂടുതൽ നൽകിയിട്ടില്ല എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അപ്പൊ ഈ ചരിത്രത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്, ലോകത്തെ കിടുകിടാ വിറപ്പിച്ച ഫിർഔനും അബൂജഹലും അബൂലഹബും ഖാറൂനുമൊക്കെ ഈ ലോകത്ത് അള്ളാഹുവിന്റെ ശിക്ഷ ഏറ്റുവാങ്ങി അവർ ഈ ലോകത്ത് മണ്ണിനോട് ചേർന്ന് പോകുന്നതാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. ലോകത്ത് അഹങ്കാരം നടിച്ചവരുടെ പരിണിത ഫലം ഇതായിരിക്കുമെന്നാണ് പരിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. രണ്ട്, ഖുർആൻ പറയുന്നത് ചരിത്രം ഉത്ബോധനമാണ്. വിശുദ്ധ ഖുർആനിലെ 50-ാം അധ്യായത്തിലെ 37-ാമത്തെ വചനത്തിൽ അല്ലാഹ് പറയുന്നുണ്ട്, വകം മഹ്ലകിനാ ഖബലഹും മിൻ ഖർനിൻ. നിങ്ങൾക്ക് മുമ്പ് എത്രയോ തലമുറകളെ നാം നശിപ്പിച്ചിരിക്കുന്നു. എന്നിട്ട് ഖുർആൻ പറയുന്നുണ്ട്, ഹും അശദ്ദു മിൻഹും ബത്ശാ. അവർ ഇവരെക്കാളും കയ്യൂക്കുള്ളവരായിരുന്നു, ആൾബലമുള്ളവരായിരുന്നു, അതിശക്തവാന്മാരായിരുന്നു.
ആരോഗ്യ ദൃഢഗാത്രരായിരുന്നു. പക്ഷേ ഫനഖബൂ ഫിൽ ബിലാദ്, നാടുകളിൽ കൂടി പരക്കം പാഞ്ഞു നോക്കി ഒന്ന് രക്ഷപ്പെടാൻ, മരണമെന്നു പറയുന്ന റബ്ബിന്റെ അവധിയിൽ നിന്ന് രക്ഷപ്പെടാൻ അവര് നാടുനീളെ പാഞ്ഞു നോക്കി. അള്ളാഹുവിന്റെ പരീക്ഷണം വന്നപ്പോ, ശിക്ഷ വന്നപ്പോ അതിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ നാടുനീളെ അവർ പരതി നോക്കി. ഹൽമിൻ മഹീസ്, എവിടെയെങ്കിലും ഓടി രക്ഷപ്പെടാനുള്ള സ്ഥലമുണ്ടോ? പക്ഷേ അവർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. മരണത്തിൽ നിന്നോ ശിക്ഷയിൽ നിന്നോ രക്ഷയുണ്ടോ എന്ന് നാടുകളിൽ അവർ പരതി നോക്കി. രക്ഷാമാർഗമൊന്നും അവർക്ക് കിട്ടിയില്ല. ഭൂമിയിൽ സുഖിച്ചു കഴിഞ്ഞ് ഒടുക്കം എവിടെയെങ്കിലും ഒരു രക്ഷാകേന്ദ്രം അവർക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാം. ഒരിക്കലും അവർക്കൊരു രക്ഷാകേന്ദ്രം ലഭിച്ചിട്ടില്ല. സഹോദരങ്ങളെ, ഊദ് സമൂഹത്തിന്റെ കരുത്തെവിടെ? ആദ് സമൂഹത്തിന്റെ കരുത്തെവിടെ? ഖാറൂനിന്റെ സമ്പത്തെവിടെ? അബൂലഹബിന്റെ അധികാരം എവിടെ? ഫിർഔനിന്റെ അധികാരം എവിടെ? അതെല്ലാം ചരിത്രത്തിന്റെ ഇന്നലകളിൽ നമ്മൾ വായിച്ചു ചേർന്ന കഥകളാണ്. അവരുടെയൊക്കെ പരിണിത ഫലം പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത് അഹങ്കരിക്കരുത്. ഏകനായ സർവാധിനാഥനായ റബ്ബിന്റെ മുമ്പിൽ കീയൊതുങ്ങി അടിമയായി അവന് തൃപ്തിപ്പെട്ട ജീവിതം നയിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരിക്കലും അഹങ്കരിക്കരുത് എന്നാണ് ഈ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇതൊക്കെയും ചരിത്രം ഉത്ബോധനമാണ്, ചരിത്രം ഗുണപാഠമാണ്. എന്നിട്ട് ഖുർആൻ പറയുന്നുണ്ട്, ഇന്ന ഫീ ദാലിക ലദിക്റ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഈ ചരിത്രങ്ങളിലെല്ലാം ലദിക്റ, അതിൽ ഉത്ബോധനമുണ്ട്, ഉറ്റാലോചിക്കാൻ വകയുണ്ട്, അതിൽ ഉപദേശമുണ്ട്. ആർക്ക്? ലിമൻ ഖാന ലഹു ഖൽബുൻ, ഹൃദയമുള്ളവന് അതിലെല്ലാം ഉത്ബോധനമുണ്ട് എന്നാണ് ഖുർആൻ പറയുന്നത്. രണ്ട് പറയുന്നത് അവൽ ഖസംഅ വഹുവ ഷഹീദ്, മനസാന്നിധ്യത്തോടെ ശ്രദ്ധിച്ച് കേൾക്കുന്നവന് അതിൽ ഉത്ബോധനമുണ്ട്, ഉപദേശമുണ്ട്, ഗുണപാഠമുണ്ട് എന്നാണ് പരിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമൂഹത്തെ അള്ളാഹു നശിപ്പിച്ചു. ഹൂദ് നബി അലൈഹിസ്സലാമിന്റെ സമൂഹത്തെ നശിപ്പിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നമ്മെ നശിപ്പിക്കാൻ ഒരു പ്രയാസവുമില്ല. ഈ ബോധ്യമാണ് ഈ ചരിത്രങ്ങളെല്ലാം പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടത്. നിങ്ങൾ നോക്കൂ, ഖുർആനിന്റെ ചരിത്രം കേട്ടുപോകാനുള്ളതല്ല. ഖുർആൻ പറയുന്നുണ്ട്, നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസ്, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കഥകൾ മനോഹരമായ കഥകളാണ്. നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ്, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കഥകൾ അത് അസത്യത്തിന്റെ ചേരുവകൾ ചേർത്ത കഥകളല്ല, സത്യസന്ധമായ കഥകളാണ്. ഫഖ്സുസിൽ ഖസസ്, നിങ്ങൾക്ക് കഥ പറഞ്ഞു തരാൻ പ്രവാചകന്മാരോട് അള്ളാഹു പറയുന്നത് ലഅല്ലഹും യതഫക്കറൂൻ, ചിന്തിക്കാനാണ്, ഉറ്റാലോചിക്കാനാണ്. എന്തിനാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹു നമുക്ക് ചിന്തിക്കാനുള്ള കഴിവ് നൽകിയത്? ചിന്തിക്കാനാണ്, ചിന്തിച്ച് വിവേകമുള്ളവരായി തീരാനാണ്. അതിനാണ് പരിശുദ്ധ ഖുർആനിൽ ചരിത്രം പഠിപ്പിക്കുന്നത്. അത് നമുക്ക് ഗുണപാഠമാണ്, അതിൽ ഉത്ബോധനമുണ്ട്, അത് ചിന്തിക്കാൻ വക നൽകുന്നതാണ് എന്നാണ് പരിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ഖുർആൻ വീണ്ടും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, എന്തിനാണ് ഖുർആൻ കഥ പറയുന്നത്? കുല്ലൻ നഖുസ്സു അലൈക്, നാം നിങ്ങളുടെ മേൽ കഥ പറയുന്നത് മിന്നംബാഇർ റുസുൽ, പ്രവാചകന്മാരുടെ ചരിതങ്ങൾ, ഇന്നലകളിൽ കടന്നുവന്ന 1,00,000-ൽ പരം വരുന്ന പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ, പരീക്ഷണത്തിന്റെ തീച്ചൂളകളിലൂടെ കടന്നുപോയ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ എന്തിനാണ് പറയുന്നതെന്നറിയുമോ? മാനുസബ്ബിതു ബിഹി ഫുആദക്, നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ആത്മീയമായ ഊർജം പകർന്നു നൽകാനാണ്, ഈമാനികമായ ഊർജം പകർന്നു നൽകാനാണ്. ഫലസ്തീനിന്റെ മണ്ണിൽ സ്വന്തം പിതാവും സ്വന്തം മാതാവും സ്വന്തം സഹോദരങ്ങളും മരിച്ചു വീണപ്പോ അവനോട് ചോദിക്കുന്നുണ്ട്, നിന്റെ മനസ്സിൽ എന്താണുള്ളത് മോനെ, പറയണം. ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് അവന്റെ നാവിലൂടെ പുറത്തേക്ക് വന്നൊരു വാചകമുണ്ട്, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ഫലസ്തീനിന്റെ എല്ലാം നഷ്ടപ്പെട്ട ആ പിഞ്ചുബാലന്റെ നാവിൽ നിന്ന് അൽഹംദുലില്ലാ എന്ന് വന്നത് പ്രവാചകന്മാരുടെ ചരിത്രം പഠിച്ചൊരു കുട്ടിയായതുകൊണ്ടാണ്. ഇന്നലകളിൽ അവനനുഭവിച്ച ത്യാഗത്തിന്റെ പരീക്ഷണത്തിന്റെ ചരിത്രം അവൻ അറിയാവുന്നത് കൊണ്ടാണ്. അത്ര വലിയ പരീക്ഷണങ്ങളൊന്നും എനിക്കില്ലല്ലോ, എനിക്കെന്റെ റബ്ബ് കൂടെയുണ്ട് എന്ന ചരിത്രം അതവന്റെ ഹൃദയത്തിൽ അത്രമേൽ ആഴത്തിലിറങ്ങിയത് കൊണ്ടാണ് ആ കുട്ടിക്ക് സ്വന്തം ഉമ്മ മരിച്ചിട്ടും പിതാവ് മരിച്ചിട്ടും സഹോദരങ്ങൾ മരിച്ചിട്ടും പിച്ചി ചീന്തപ്പെട്ട തന്റെ വീടിന്റെ മുന്നിൽ
ആളുകളുടെ മുമ്പിൽ നിരാശനായി അനാഥനായി അൽഹംദുലില്ലാ എന്നവന് പറയാൻ സാധിച്ചത്. അതാണ് ഞാൻ പറയുന്നത്, ചരിത്രം നമുക്ക് ഉത്ബോധനമാണ്, ചരിത്രം നമുക്ക് ഈമാൻ പകർന്നു നൽകുന്നതാണ്. ഇതാണ് പരിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, പരിശുദ്ധമായ ഹജ്ജ് മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാനിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ ചർച്ച ചെയ്യേണ്ട ചരിത്രം പ്രവാചകന്മാരിൽ ഏറ്റവും പ്രഗൽഭനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖലീലുല്ലാ എന്ന് വിളിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രമാണ് നമ്മൾ അറിയുകയും പഠിക്കുകയും ചെയ്യേണ്ടത്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഖുൽ, നബിയെ പറയണം, സ്വദഖല്ലാഹ്, അല്ലാഹ് പറഞ്ഞത് എത്ര സത്യമാണ്, ഫത്തബിഉ, നിങ്ങൾ പിൻപറ്റണം, നിങ്ങൾ അനുധാവനം ചെയ്യണം, നിങ്ങൾ ഫോളോ ചെയ്യണം. എന്ത്? മില്ലത ഇബ്രാഹീമ ഹനീഫ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്തിനെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തെ നിങ്ങൾ പിൻപറ്റണം. എങ്ങനത്തെ ചരിത്രം? ഹനീഫ, വക്രതയില്ലാത്ത ചരിത്രം, എരിവും പുളിവും ചേർത്ത കഥയല്ല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം. പച്ചയായ ചരിത്രമാണ്, പച്ചയായ ജീവിതമാണ്. അത് നിങ്ങൾ പഠിക്കൂ, അത് നിങ്ങൾ അനുധാവനം ചെയ്യൂ, അത് നിങ്ങൾ ഫോളോ ചെയ്യൂ എന്ന് പരിശുദ്ധമായ ഖുർആനാണ് പഠിപ്പിക്കുന്നത്. എന്നിട്ട് ഖുർആൻ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്, ഖദ് കാനതു ലക്കും ഉസ്വത്തുൻ ഹസന ഫി ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൽ നിങ്ങൾക്ക് ഉദാത്തമായ മാതൃകയുണ്ട്, നിങ്ങൾക്ക് ഉദാത്തമായ മാതൃകയുണ്ട്. ആരിൽ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൽ. ആ ഉദാത്തമായ മാതൃക എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്, നമ്മൾ അറിയേണ്ടതുണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകനായ സാമിന്റെ സന്താന പരമ്പരയിലാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജനിക്കുന്നത്. ബാബിലോണിയയിലെ യൂഫട്രീസ് നദിയിൽ നിന്ന് വേർപിരിയുന്ന ഒരു തോട്ടിൻ കരയായ ഊർ എന്ന പട്ടണത്തിലാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജനിച്ചത്. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് തേരഹി എന്നാണ് ചരിത്രം പറയുന്നത്, മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നത്. ഖുർആൻ പ്രയോഗിക്കുന്നത് നമുക്ക് കാണാം, വഇദ് ഖാല ഇബ്രാഹിം ലി അബീഹി ആസർ. ഖുർആൻ പ്രയോഗിച്ചത് ആസർ എന്ന പ്രയോഗമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പിതാവായ ആസറിനോട് പറഞ്ഞ സന്ദർഭം നിങ്ങൾ ഓർക്കുക. അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പിതാവിനെ ഖുർആൻ പരിചയപ്പെടുത്തിയത് ആസർ എന്നാണ്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ആസറിന് 3 മക്കളാണുള്ളത്. 1 നാഹൂറാണ്, 2 ഇബ്രാഹിം, 3 ഹാറാനാണ്. ഈ 3 മക്കളിൽ ഒരാളാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഹാറാന്റെ പുത്രനാണ് ലൂത്ത് നബി അലൈഹിസ്സലാം. അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സഹോദര പുത്രനാണ് ലൂത്ത് നബി അലൈഹിസ്സലാം എന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം സാറയെ കല്യാണം കഴിച്ചു. സാറ പ്രസവിക്കാത്ത ഒരു സ്ത്രീയായിരുന്നു. ഇറാഖിലെ ഊർ എന്ന പട്ടണത്തിലും കൂഫയിലും ഹാറാനിലും ബാബിലോണിയയിലും ഈ സ്ഥലങ്ങളിലെല്ലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ കുടുംബവും മാറി മാറി താമസിച്ചിട്ടുണ്ട് എന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമും അദ്ദേഹത്തിന്റെ പിതാവും ആ പിതാവിന്റെ നാട്ടുകാരും അവർ വിഗ്രഹാരാധകരായിരുന്നു. 7 നക്ഷത്രങ്ങളെ ആരാധിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവ് ആ നാട്ടിലെ കനീസയിലെ ക്ഷേത്രത്തിലെ പൂജാരിയും ബിംബങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്നവരായിരുന്നു എന്നും ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിന്റെ അതിന്റെ ആരംഭത്തിന്റെ പശ്ചാത്തലമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, വലഖദ് ആതൈന ഇബ്രാഹീമ റുഷ്ദഹു മിൻ ഖബിൽ വകുന്നാ ബിഹി ആലിമിൻ. വലഖദ് ആതൈന, നാം നൽകി. ആർക്ക് നൽകി? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് നൽകി. റുഷ്ദഹു, അദ്ദേഹത്തിന് ചെറുപ്പത്തിൽ തന്നെ തന്റെ ഇടം നൽകി. മിൻ ഖബിൽ, മിൻ ഖബിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് തന്റെ ഇടം നൽകി. ഈ റുഷ്ദ് എന്ന് പറയുന്ന പദത്തെ മഹാരഥന്മാരായ മുഫസ്സിരീങ്ങൾ, മഹാനായ ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ശിഷ്യനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു, റുഷ്ദ് എന്ന് പറയുന്ന പദത്തെ ഐ മിൻ സിഗ്രിഹി, അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിൽ, അൽഹമഹുൽ ഹഖ് വൽ ഹുജ്ജ അലാ ഖൗമിഹി. എന്താണ് പറയുന്നത്? അതായത് അദ്ദേഹത്തിന് ചെറുപ്പത്തിലെ സത്യത്തെക്കുറിച്ചുള്ള ബോധം അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ മനസ്സിൽ സന്നിവേശിപ്പിച്ചു. മാത്രമല്ല തന്റെ സമൂഹത്തിനെതിരെ നിരത്തുവാനുള്ള തെളിവുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല
അഥവാ വിഗ്രഹാരാധനയുടെ നിരർത്ഥകത ബോധ്യപ്പെടുത്താനുള്ള തെളിവുകളും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് വളരെ ചെറുപ്പത്തിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി എന്നാണ് ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. അതാണ് വലഖദ് ആതൈനാ ഇബ്രാഹീമ റുസ്ദഹു മിൻ ഖബൽ. എന്നിട്ട് ഖുർആൻ പറയുന്നു വകുന്നാ ബിഹി ആലിമീൻ, തീർച്ചയായും നാം മുമ്പേ ഇബ്രാഹീമിന് വിവേകം നൽകി, നേർമാർഗം നൽകി, ബോധം നൽകി. അദ്ദേഹത്തെ പറ്റി തന്റെ ഇടവും അള്ളാഹുവിലുള്ള അടിയറച്ച വിശ്വാസവും പ്രബോധനത്തിനായി സഹിച്ച ത്യാഗങ്ങളുമെല്ലാം അള്ളാഹുവിന് അറിയാം എന്നാണ് ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഖുർആൻ പറഞ്ഞു വദ്കുർ ഫിൽ കിതാബി ഇബ്രാഹീം. പ്രവാചകരോട് പറയുന്നുണ്ട്, പ്രവാചകരെ വേദഗ്രന്ഥത്തിൽ നിന്ന് ഇബ്രാഹീമിന്റെ ചരിത്രം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇന്നഹു കാന സുദ്ദീഖൻ നബിയ്യ, അദ്ദേഹം ഒരു സത്യസന്ധനായ പ്രവാചകനാണ്. അദ്ദേഹം ഒരു സത്യസന്ധനായ പ്രവാചകനാണ്. ആ പ്രവാചകൻ ഈ ലോകത്ത് നിർവഹിച്ച ദൗത്യത്തെക്കുറിച്ച് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുന്നുണ്ട്. ആ ചരിത്രം നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ആ ചരിത്രം അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതമാണ്. ആ ചരിത്രം അദ്ദേഹത്തിന്റെ കുടുംബ ജീവിതമാണ്. ആ ചരിത്രം അദ്ദേഹത്തിന്റെ സാമൂഹ്യ ജീവിതമാണ്. ഈ 3 ജീവിതത്തിൽ നിന്നും നമുക്ക് പഠിക്കാൻ ഒരുപാട് പാഠങ്ങളുണ്ട്. അത്രയും വലിയ നന്മകൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട് എന്ന്. ആ മാതൃകകളെ പിൻപറ്റാനും അറിയാനും പഠിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിനെ അതിന്റെ യഥാർത്ഥ സ്രോതസ്സിൽ നിന്ന് പഠിക്കാനും മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സഹോദരങ്ങളെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളെ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കി മാറ്റിത്തരുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിൽ നിന്ന് അള്ളാഹു സ്വസ്ഥതയും സമാധാനവും കൺകുളിർമയും പ്രദാനം ചെയ്യുമാറാകട്ടെ. ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് രഹസ്യ പരസ്യ ജീവിതങ്ങൾ വിശുദ്ധമാക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നാട്ടിൽ അള്ളാഹു സ്വസ്ഥതയും സമാധാനവും നിർഭയത്വവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഫലസ്തീനിന്റെ മണ്ണിൽ പടഞ്ഞു വീണ് മരിക്കുന്ന മക്കൾക്ക്, ആ നാട്ടിലെ ജനങ്ങൾക്ക് അള്ളാഹു ഇസ്സത്തും കൂവത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ബൈത്തുൽ മുഖദ്ദസ് വിജയിക്കാനുള്ള കരുത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. ജീവിതത്തിന്റെ എല്ലാ പരീക്ഷണങ്ങളിലും ഈമാൻ എന്ന കവചം കൊണ്ട് അതിജയിക്കാനുള്ള കരുത്ത് അള്ളാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك.